സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന കരിയർ റീഡിംഗ് ആണ്. കളക്റ്റീവ് ആയിട്ടുള്ള കരിയർ ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ളതാണ് കേട്ടോ. ലൈക്ക് നമ്മുടെ എനർജി മാച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ വീഡിയോസും യൂട്യൂബിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ അത് ലീവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ കരിയറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയ കാണുമ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ഓടി വരികയാണ്. കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു ഫാസ്റ്റ് മൂവ്മെന്റിന്റെ കാർഡ് കാണിക്കുന്നത്. ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ഇത് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് കിട്ടിയത് 8 ഓഫ് വാൻസ് ഉണ്ട്. നമുക്കിവിടെ ഫുൾ കാർഡ് ഉണ്ട്, ഏസ് ഓഫ് വാൻസ് ഉണ്ട്, 8 ഓഫ് വാൻസ് ഉണ്ട്, 6 ഓഫ് വാൻസ്, ഏസ് ഓഫ് കപ്സ്. അങ്ങനെല്ലാം നമ്മളിലേക്ക് വരുന്ന ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് പറയുന്ന കാർഡ്സ് ആണ്. ബോട്ടം നോക്കുക എംപ്രസ് ആണ്. ഓക്കെ, മേ ബി ഒരു ഫെമിനിൻ എനർജിയുടെ ഹെൽപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, 6 ഓഫ് കപ്സ്, ഇതിലൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. മേ ബി പാസ്റ്റ് പേഴ്സന്റെ ഹെൽപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് കുറേ ഹെൽപ്പ് വരുന്നുണ്ട്. കുറേ പേര് നിങ്ങൾ യൂണിവേഴ്സ് നിയമിക്കുന്നുണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന ആൾക്കാർ നിങ്ങൾ തള്ളിക്കളയരുത്. അവർ മനസ്സിലാക്കുക നമ്മുടെ ലൈഫിലേക്ക് ഇനി വരുന്ന ഓരോ പേരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ ടീച്ച് ചെയ്യാനും ലെസൺസ് പഠിപ്പിക്കാനും ഒക്കെ കൂടി വരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു അവയർനെസ്സിൽ വേണം കാര്യങ്ങൾ നീക്കാൻ. ബാലൻസ് ഇല്ലാത്തവർ ബാലൻസ് കൊണ്ടുവരാം. ഒരു 6 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നതിൽ ബാലൻസ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡിനും ഒരു ബാലൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു എംബ്രൽ എനർജി, മേ ബി ഒരു മെച്ചുവർഡ് ഫാദർ ഫിഗറിൻ്റെ ഹെൽപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക്. മേ ബി നിങ്ങളുടെ ഫാദറോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഏജിലുള്ള ഒരു പേഴ്സൻ്റെ ഹെൽപ്പ് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക്, നിങ്ങൾ സ്റ്റഡീസ് സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയി പോകാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാലും പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കരിയറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പുതിയൊരു തുടക്കം. ഇപ്പം നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പുതിയതായിട്ട് അല്ലെങ്കിൽ അതൊന്നുകൂടി പുതിയത് ബിൽഡ് ആവുന്നത് കാണിക്കുന്നുണ്ട്. 6 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ അതിൽ വിക്ടറി സക്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നവർക്ക് നല്ല രീതിയിലുള്ള കരിയറിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹാർട്ട് ചക്ര. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ഭയങ്കര വേദന വന്നു, ടെൻഷൻ വന്നു. അപ്പോൾ നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് ചക്ര അൺബ്ലോക്ക് ചെയ്യണം. നമുക്കറിയാം 7 ചക്ര മെഡിറ്റേഷനിലുള്ള ഒരു ഭാഗമാണ് ഹാർട്ട് ചക്ര, അനാഹത ചക്ര എന്ന് പറയുന്നത്. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി, ഐഡിയാസ് ഇതൊക്കെ അവിടെ മൂടിക്കിടക്കും, അതൊന്നും വളരില്ല. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആവുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലായാലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ യം എന്ന മന്ത്ര ആണ് അനാഹത മന്ത്ര. അത് കൂടുതൽ നേരം 3 മിനിറ്റെങ്കിലും ഡെയിലി ചാറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സോളാർ പ്ലെക്സസ് ചക്ര കാണിക്കുന്നുണ്ട്. അതുപോലെ സോളാർ പ്ലെക്സസ് ആൻഡ് സാക്രൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സാക്രൽ എന്ന് പറയുന്നത് ഓരോ പേഴ്സണുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സാക്രലിൽ നിന്നാണ് നമുക്ക് എല്ലാവരുമായിട്ടുള്ള ആ ഒരു ബോണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ബോണ്ട് ഒന്നുകൂടി മുറുകാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സാക്രലും സോളാർ പ്ലെക്സസ് ആൻഡ് ഹാർട്ട് ചക്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ട് ചക്രയും കൂടി ഉണ്ട്. റെഡ് കളർ ഉണ്ട്, അത് വിട്ട് ഞാൻ റൂട്ട് ചക്ര മീൻസ് മെയിൻലി ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഒരു കോൺഫിഡൻസ്, ആ സ്ട്രെങ്ത്, പവർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെൻഷൻസ് വന്നപ്പോൾ ഇതൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ റീബിൽഡ് ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങളുടെ എനർജി അപ്പോൾ ചേഞ്ച് ആവും. എനർജി ചേഞ്ച് ആകുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ആയിരിക്കും. ഇനി നമ്മൾ ഒന്നിൻ്റെ പിന്നാലും ചേസ് ചെയ്യേണ്ടി വരില്ല. നമ്മളുടെ എനർജി നമ്മൾ എന്നും ക്ലെൻസ് ചെയ്ത് അത് ഹീൽ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വെക്കുമ്പോൾ ഈസിലി നമ്മുടെ എനർജി പോസിറ്റീവ്, നമ്മുടെ എനർജിയിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കും ഓറയിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ ഓറ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക ചെയ്യാം. ഇനി നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കണം. ഇനി ഒന്നിൻ്റെ പിന്നാലും ചേസ് ചെയ്ത് പോകരുത്. ആൻഡ് യൂണിവേഴ്സ് ആയാലും പല സയൻസും കാണിച്ചു തരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് തരുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ്, റേക്കി ആണോ അല്ലെങ്കിൽ ടാരോ ആണോ അതോ വേറെ എന്തെങ്കിലും ഹീലിംഗ് ആണോ, ക്രിസ്റ്റൽ ഹീലിംഗ് ആണോ, ആകാശു റെക്കോർഡ്സ് ആണ്, എന്തിനാണ് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നെങ്കിൽ അത് പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ആ ജോലിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം അവിടെ പോയാലും അവിടുത്തെ ആൾക്കാർ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിയമിക്കുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് എവിടെയാണ് ജോലി അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മളെ കൊണ്ടുവിടുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ പേർക്ക് അബ്രോഡൊക്കെ സെറ്റിൽ ആവുന്നത് അല്ലേ, എന്തുകൊണ്ടാണ് അവർ അവിടേക്ക് സെറ്റിൽ ആവുന്നത്? അവർക്ക് അവിടുത്തെ ആൾക്കാരുമായിട്ടാണ് ഒരു കർമ്മക്കണക്കുള്ളത്. അതുപോലെ നമുക്ക് എവിടെയാണോ കർമ്മക്കണക്കുള്ളത്, സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ പഠിച്ചവരാണെങ്കിൽ നമുക്ക് അവിടെ അത് യൂസ് ചെയ്യാനുണ്ടായിരിക്കും. ഇപ്പം ഞാൻ പുറത്ത് പോയപ്പോൾ ട്രെയിനിൽ വരെ ഞാൻ ടാരോ റീഡിങ് ചെയ്യുന്നുണ്ട്. വന്നു ഒരു
ഒരു നോർത്ത് ഇന്ത്യൻ ഗേളിനെ എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റി. എൻ്റെ മുമ്പിൽ ഇരുന്ന് ആ കുട്ടി കരയായിരുന്നു, ഒരു സിറ്റുവേഷൻ ബ്രേക്കപ്പ് വന്നതുമായിട്ട് വിഷമിച്ച് കരയുകയാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായി. സംസാരിച്ചു, ആ കുട്ടി ഓപ്പണായി സംസാരിച്ചു. ഞാൻ അത് ടാരോ റീഡ് ചെയ്ത് കൊടുത്തു, ഹീൽ ചെയ്ത് കൊടുത്തു. വളരെ ഹാപ്പിയായി, ആൾക്കും വളരെ ഒരു സന്തോഷം. കാരണം നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർ റിസപ്റ്റീവ് ആവുന്നു. നമ്മളുടെ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ മാത്രമാണ്. അല്ലാതെ സാധാരണ ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ എനർജി ഹൈ ആവുമ്പോൾ അത് അവർക്ക് നല്ല രീതിയിൽ സാന്ത്വനം ഹെൽപ്പും പറ്റും. അപ്പം അങ്ങനെ നമുക്ക് പഠിക്കുന്നത് പല സ്ഥലത്തും ഉപയോഗിക്കേണ്ടി വരും, നമ്മൾക്കും മറ്റുള്ളവർക്കും. കാരണം യൂണിവേഴ്സ് അങ്ങനെയാണ് നമ്മളെ സ്പിരിച്വൽ പ്രാക്ടീസസ് പഠിപ്പിക്കുന്നത്. യൂണിവേഴ്സിന് ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ പറ്റില്ല. അപ്പം നമ്മൾ നിയമിക്കുന്നത് നമ്മുടെ സോൾ പർപ്പസും കൂടിയാണെന്നും കൂടി മനസ്സിലാക്കുക. ആൻഡ് ദർ ഇസ് എ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്, ഫൂൾ കാർഡ്. അപ്പം തന്നെ ഏസ് ഓഫ് വാൻസ് ഉണ്ട്. നല്ല രീതിയിൽ പുതിയൊരു തുടക്കം വരുന്നുണ്ട്. 2024 നല്ല തുടക്കം വരുന്നുണ്ട്. ഓക്കെ, 4, 6, 4 രണ്ട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നത്. 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 6 3 ടൈംസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ 4ഉം വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ 1 ആണ്, 1 നിങ്ങൾ കൂടുതലായിട്ട് 1 കാണുന്നുണ്ടായിരിക്കും. അത് റിലേഷൻഷിപ്പിൽ മാത്രമായിരിക്കും, നിങ്ങളുടെ കരിയർ സക്സസിന് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. 1 1 4 നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കരിയർ നിങ്ങളുടെ സക്സസ് ആവാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് സമയം അതിന് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യുക. ഈ ഫുൾ മൂണൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്പായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ കരിയർ, ഫിനാൻസും, അതെല്ലാം യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും കുറച്ചുകൂടി എഫേർട്ട് ഇടുക, ഇന്നർ വർക്ക് ധാരാളമായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ കർമ്മ ഹീലിംഗ് ഉണ്ടെങ്കിൽ കർമ്മ ഹീലിംഗ് ചെയ്യുക. കുറേ പേർക്ക് കർമാസിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ അതും ചെയ്യാം. കുറേ പേർക്കൊക്കെ നല്ല രീതിയിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത്. അതാണ് സ്റ്റാർട്ടിങ് തന്നെ വന്നത്, എൻഡിങ്ങിലും സക്സസ് കാർഡാണ് കാണിക്കുന്നത്. 8 ഓഫ് വാൻസ് നമ്മളിലേക്ക് 8 ശരങ്ങൾ ഓടി വരികയാണ് നമുക്ക് വേണ്ട. അതിന് വേണ്ടി ന്യൂസസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും അവെയർ ചെയ്ത് ചെവി തുറന്നിരിക്കുക. ഓക്കെ, യൂണിവേഴ്സ് വരുന്ന ഓരോ കാര്യങ്ങളിൽ ഗ്രാബ് ചെയ്യുക. നിങ്ങളിലേക്ക് വരുന്ന ചെറുതാണെങ്കിൽ പോലും അത് യൂസ് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ കരിയർ റീഡിങ്ങിൽ പറയുകയാണെങ്കിൽ വളരെ നല്ല കാർഡ്സാണ് കിട്ടിയിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനത്തെ ഗൈഡൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചക്ര ഹീലിംഗ് ചെയ്യുക, കർമ്മ ഹീലിംഗ് ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ ഡെയിലി ഞാൻ പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ. ഗ്രാറ്റിറ്റ്യൂഡ് ബെസ്റ്റായിട്ട് എഴുതുക. അപ്പോൾ നിങ്ങളുടെ എനർജി ഷിഫ്റ്റും ആവും. സെൽഫ് ലവ്, ഫോർഗീവ്നെസ്, ഇതൊക്കെ നിങ്ങൾ കൂടുതൽ ഡെയിലി റൂട്ടീൻ, നിങ്ങൾ എന്നും ഫുഡ് കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ഒരു ഹാബിറ്റൊക്കെ ചേഞ്ച് ചെയ്യുക. ഓൾവേസ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് പറയാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അപ്പോൾ ഫ്ലിപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നെഗറ്റീവായ തോട്ട്സ് ആയിരിക്കും കൂടുതലും എഫക്റ്റ് ആവുക, മീൻസ് അതാവും നടക്കാൻ പോവുക. അപ്പോൾ ഫ്ലിപ്പ് ചെയ്യുക, അപ്പോൾ പോസിറ്റീവ് തോട്ടിലേക്ക് ചിന്തിക്കുക. ഓക്കെ, സോ ഇതാണ് കരിയർ റീഡിങ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ കരിയർ റീഡിങ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.